ഹലോ ഗൈസ്, പിന്നെ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാപ് കട്ടിൽ എങ്ങനെ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പക്ഷേ അത് അപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഇവരിപ്പോൾ ഇങ്ങനെ ടെംപ്ലേറ്റ്സ് ചെയ്തതാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കണത്. ഞാൻ അവിടെ അടി കാണുന്ന യൂസ് ടെംപ്ലേറ്റ് എന്ന് കാണുക, അത് നോക്കിയാൽ നമുക്ക് ആ ഒരു ഇതിൽ ആ സോങ്ങിൽ തന്നെ നമുക്ക് സോങ് മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റും ചെയ്യാം. അങ്ങനെ നമുക്ക് അതേപോലെ നമ്മളെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ കൊടുത്താൽ നമുക്ക് അതുപോലെ ചെയ്യാവുന്നതാണ്. പിന്നെ AI ലാപ്പ് ഉണ്ട്, അതിൽ നമുക്ക് AI ഫോട്ടോസ് എഡിറ്റ്സ് അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ പ്രൊജക്റ്റ് ഇതിൽ ഞാൻ ചെയ്തതാണ്. AI ലാപ്പിൽ നമുക്ക് വീഡിയോസും AI വീഡിയോസൊക്കെ നോക്കാം കേട്ടോ. ഇത് പ്രൊജക്ട്സ് ഞാൻ ചെയ്ത പ്രൊജക്ട്സുകളാണ്, ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ വീട് മലപ്പുറത്താണ്. അവിടെ ഞാൻ നോക്കി ഇപ്പം ക്യാഷ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. നാട്ടിലൊക്കെ കൂടുതൽ പേരും ഇങ്ങനെയാണ് ചെയ്യുന്നത്, ക്യാപ് കട്ടിൽ തന്നെയാണ്. മീൽ പോയാൽ നമുക്കത് കാണാം. ഞാൻ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ സെക്കൻഡിൽ കാണിക്കണേ. ന്യൂ വീഡിയോ നോക്കിയാൽ നമുക്ക് വീഡിയോ ആക്കാം, എഡിറ്റ് ഫോട്ടോ എന്നാണെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇവിടെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച ആ ഒരു ഇതിലാണ് ഞങ്ങൾക്ക് കാണിക്കുന്നത്. ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ള ഫോട്ടോസ്. ഈ ഇതിൽ അനിമേഷൻ എഫക്റ്റ് ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യാറ്. അത് സ്പ്ലിറ്റൊക്കെ ഉണ്ട്, നമുക്ക് വേറെ ഫോട്ടോസ് കൊടുക്കുക അങ്ങനെയൊക്കെയാണ്. ഞാനിതിൽ ഒരു ഇത് കൊടുക്കുക. ഞാൻ എടുത്തിട്ടുള്ള രണ്ടാമത് കാണിക്കണം ഈ ഒരു ഇതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്, അനിമേഷനാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അടുത്ത എഫക്റ്റിൽ പോയാൽ വീഡിയോയും ഉണ്ടാവും, ബോഡി എഫക്റ്റും ഉണ്ടാവും. നമുക്ക് ഇതിൽ ഏത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ എടുത്തിട്ട് പോയിട്ടുള്ളത് വീഡിയോ എഫക്റ്റിലാണ്. ഇതിൽ പോയാൽ നമുക്ക് ഇതുപോലത്തെ ഒക്കെ കിട്ടും. ഞാൻ ഫസ്റ്റ് നോക്കിയതാണ്, സെക്കൻഡ് വൺ ഇതാ ഞാൻ നോക്കിയത്. എന്തോ രസമില്ലാത്തതുകൊണ്ട് നമ്മൾ മാറ്റിയിട്ട് ഞാൻ വേറൊരു എഫക്റ്റ് കൊടുക്കുകയാണ്. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു എഫക്റ്റ് ഇതില്ലാത്തതുകൊണ്ട് ഞാൻ വേറൊന്നും ഇതാക്കി കൊടുത്ത് ഇതിൽ ഞാൻ ഉറപ്പിച്ച് അതിന് ഭയങ്കര നല്ല രസമായപ്പോൾ അതാക്കാമെന്ന് വിചാരിച്ച്. ആൻഡ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഇതാണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് വൺ, ആൻഡ് ഇതിൽ നമുക്ക് കുറേ കിട്ടും. ഇതിൽ പല ട്രെൻഡിങ്ങിലാണ് ഇപ്പോൾ ഞാൻ നോക്കിയിട്ടുള്ളത്. ആൻഡ് ബേസിക്കിൽ പോയാൽ അതിലുണ്ട്, ലൈറ്റിൽ പോയാൽ അതിലുണ്ട്, ഗ്ലിറ്റ്, മാസ്ക്, 3D വൈബ്രേഷൻ, അങ്ങനെയൊക്കെ പോയാലും നമുക്ക് കുറേ അനിമേഷൻസ് കിട്ടും. ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ള ഒരു ആപ്പാണ് ക്യാപ് കട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ആപ്പാണിത്. എഡിറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ സോങ്ങും ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഇത് ഞാൻ ചെയ്തിട്ട് കുറച്ചൊന്നും കൂടെ നിങ്ങാണ്ടായി നിന്നപ്പോൾ ഞാൻ മാറ്റിയിട്ട് ഈയൊരു വേറെ ഒരു എന്താ പറയുക, അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇതിനുള്ളത്. എനിക്ക് ഇത് ഞാൻ നോക്കിയ പക്ഷേ ഇത് എന്തോ പോലെ ഞാനത് എടുത്തിട്ടില്ലായിരുന്നു. ആൻഡ് ഇവിടെ ഉള്ളതൊന്നുമല്ല, ഞാൻ ഇതിൻ്റെ അടിയിൽ എവിടെയോ ആണ് ഞാൻ ഇതിന് കൊടുത്തിട്ടുള്ള അനിമേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ തന്നെ അടിയിലുള്ള അനിമേഷനാണ്. ഐസ് ക്യൂബിൻ്റെതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എനിക്കത് ഭയങ്കര അടിപൊളിയായി തോന്നിയപ്പോൾ ഞാനങ്ങനെ കൊടുത്ത്. ഞാൻ നാട്ടിൽ നോക്കുമ്പോൾ ഇതിന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഇതിന് ക്യാഷ് കൊടുക്കണം എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഖത്തറിലാണ്. ബോഡി എഫക്റ്റ് അപ്പുറത്തും കൂടെ ഉണ്ടല്ലോ, അതും നമുക്ക് യൂസ് ചെയ്യാം. എല്ലാ അനിമേഷൻസും എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ മുകളിൽ ട്രെൻഡിങ്, ക്ലാസിക്, ഫ്രീസ് ഫ്രെയിം, സമ്മറാണ്, അതിൽ കുറേ വരുന്നുണ്ട്. അനിമേഷനിൽ കുറച്ച് വരുന്നുള്ളെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് സോങ് ഇതിൽ കൊടുക്കാം.
ആൻഡ് എനിക്ക് ഈ സോങ് ഞാൻ ഓൾറെഡി ഞാൻ ലാസ്റ്റ് കാണിക്കാൻ ഞാൻ റെക്കോർഡ് ചെയ്യാനാണ് സോങ്. ആൻഡ് ഞാൻ ഇൻഷോട്ട് പോയിട്ട് സോങ് ഞാൻ നേരിട്ട് കൊടുക്കലാണ് കൂടുതലും ഞാൻ എല്ലാ വീഡിയോസിനും ചെയ്യാറുള്ളത്. കാരണം ഇതിൽ നമുക്ക് കുറേ ഇംഗ്ലീഷ് സോങ്സ് കിട്ടും. നമ്മൾ വിചാരിക്കണ പോലത്തെ കല്യാണി അങ്ങനത്തെ പാട്ടുകളൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ വിചാരിച്ച അത്ര നമ്മൾ വിചാരിക്കണ ആ പാട്ടം കൊണ്ട് ചിലപ്പോൾ ഇതിൽ മലയാളം സോങ്ങൊന്നും ചിലപ്പം ക്യാപ്കട്ടിൽ കിട്ടിക്കോളണം എന്നില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ഇൻഷോട്ട് പോയിട്ടാണ് ചെയ്യാറുള്ളതെല്ലാം. പാട്ട് കൊടുക്കുന്നതിനൊക്കെ സോങ് കൊടുക്കുന്നതിനൊക്കെ ഞാൻ ഇൻഷോട്ടിലാണ് പോകാറുള്ളത്. കല്യാണി അങ്ങനത്തെ പാട്ടുകളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് തന്നെ കൊടുക്കും. അങ്ങനത്തെ ഒന്നും പിന്നെ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് തന്നെ കൊടുക്കും. അങ്ങനത്തെ പാട്ടുകൾക്ക് കിട്ടും. ഇത് ബോഡി എഫക്റ്റിൽ പോയിട്ടാണ് എനിക്ക് ഈ ഒരു ഇതൊക്കെ കിട്ടുന്നത് കേട്ടോ. പിന്നെ അതിലൊരു നല്ലതില്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എഫക്റ്റിൽ തന്നെ പോയി ഫ്രീസ് ഫ്രെയിമിലുള്ളതാണ് നിങ്ങൾ ഈ കാണുന്നതെല്ലാം. ഇതെന്താ പോലെ തോന്നിയപ്പോൾ ഞാൻ വേറൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്നാപ്ഷോട്ട് 3x എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതാണ് ഞാൻ എഫക്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇങ്ങനെ വരികയാണെങ്കിൽ അതിനകത്ത് വല്ലാണ്ട് ലോങ് ആക്കുന്നില്ല ഈ ഒരു വീഡിയോ. കാരണം ലോങ് ആയാൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടുകൊള്ളുന്നില്ല. പിന്നെ ഞാൻ വല്ലാതെ അങ്ങോട്ട് ലോങ് ആക്കാണ്ട് ഒരു 28 മിനിറ്റ്സ് 26 മിനിറ്റ്സിൽ ഇത് അവസാനിപ്പിക്കുക എന്നുള്ള ആ ഒരു ഇതിലാണ്. ആൻഡ് നെക്സ്റ്റ് ഞാൻ ഫസ്റ്റ് ആ ഒരു ഫ്രോസ് ബട്ടർഫ്ലൈ കൊടുത്തപ്പോൾ കുറച്ചൊന്ന് സൂമായ പോലെ. അപ്പോൾ പിന്നെ ഞാനത് വേണ്ട വേറെ ഇത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ എഫക്റ്റ് കൊടുത്താലും അനിമേഷന് കൊടുത്താലും അതിൻ്റെയൊക്കെ പേരുകൾ ആ ഒരു ഇതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു അനിമേഷൻ അല്ലെങ്കിൽ എഫക്റ്റിൻ്റെ അടിയിൽ ആ ഒരു ഇതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടാവും. സ്പ്ലിറ്റ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പം ഞാൻ ഇതിന് ഈ ഒരു ഇത് കൊടുക്കുകയാണ്. ഇമേജ് ഉണ്ട്. ഇമേജിൽ പോയിട്ട് നമുക്ക് ഇമേജ് വേണമെങ്കിൽ നമുക്ക് അതിന് ഇമേജ് കൊടുക്കാം. അതിനപ്പുറത്ത് ഡിലീറ്റ് ഉണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു ഫോട്ടോ ഡിലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫോട്ടോ പോയിട്ട് ഡിലീറ്റ് ആക്കാവുന്നതാണ്. ആൻഡ് എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ടാക്കണം. പിന്നെ എല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനിയും ഒരു വലിയ നിലനിർത്താം. ഇപ്പോൾ എനിക്ക് 100 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അങ്ങനെ ഒരു 50K എങ്കിലും നിങ്ങളൊന്നാക്കി തരണം. ആൻഡ് ഇതിൽ ഞാനിങ്ങനെ പോയിട്ട് എനിക്കിഷ്ടപ്പെട്ട ഇതാണ് ഈ ഒരു ബട്ടർഫ്ലൈ. ആൻഡ് ക്യാപ്കട്ട് ലാസ്റ്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡിലീറ്റിൽ പോയിട്ട് ഡിലീറ്റ് ആക്കിയാൽ അത് ഡിലീറ്റ് ആവുന്നതാണ് കേട്ടോ. ഞാൻ ചില വീഡിയോസ് കാണുമ്പോൾ അതിലൊക്കെ ലാസ്റ്റൊക്കെ ഉണ്ടാവും ക്യാപ്കട്ട് എന്നൊക്കെ ക്യാപ്കട്ട് എന്ന് കാണിച്ചിട്ട് ഞാനതാണെന്ന് പറഞ്ഞത്. ഇനി സോങ് ഞാനിതിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. കാരണം എൻ്റെ കയ്യിൽ 2 ഫോണോ അല്ലെങ്കിൽ ക്യാമറ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചിരുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ പാട്ട് കൊടുത്താൽ സോങ് കൊടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ കേട്ടോളണമെന്നില്ല. അതുകൊണ്ട് ഞാൻ എഡിറ്റ് ചെയ്ത ആ ഒരു വീഡിയോ ഞാൻ ഷോർട്സായിട്ട് റീലായിട്ട് ഇടാം. നിങ്ങളെല്ലാവരും അത് കാണണം. ആൻഡ് ഇതിപ്പോൾ അടുത്ത് കൊടുത്തിട്ടുള്ള ഒരു അനിമേഷൻ ഇതാണ്. ആൻഡ് ഇപ്പോൾ ഫുള്ള് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ എനിക്ക് കാണിച്ചു തരുന്നത്. ആൻഡ് നമുക്ക് ഇനി ഇതിൽ എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കുക. പിന്നെ ഞാൻ അവസാനത്തേക്ക് ഇങ്ങനെ കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതൊന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കുറക്കണത്, ഫോട്ടോ ഒന്ന് ഇതാക്കുന്നത്. ആൻഡ് വല്ലാണ്ട് ലോങ് ആവണ്ടെന്നും ഉള്ള ഒരു ഇതുകൊണ്ടാണ്. എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ എങ്ങനെ ഉണ്ട് നിങ്ങൾ പറയണോ. കൂടുതലും ഈ ഒരു ഔട്ട്ഫിറ്റ് തന്നെയാണ് എല്ലാത്തിലും ഉള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഔട്ട്ഫിറ്റുമാണ് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാ ഫോട്ടോ ഈ ഔട്ട്ഫിറ്റ് തന്നെയാണ് തോന്നുന്നത്. എല്ലാ ഫോട്ടോ ഈ ഔട്ട്ഫിറ്റിലുള്ള ഫോട്ടോ തന്നെയാണ്. എനിക്ക് ഈ ഡ്രസ്സ് ഈ ഒരു ഔട്ട്ഫിറ്റ് ഇടുമ്പോഴേ എനിക്കൊന്നും കൂടെ നല്ല ഒരു മൊഞ്ചുള്ള ഫോട്ടോസൊക്കെ കിട്ടുള്ളൂ. അതാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോസ് ലാസ്റ്റ് കാണിച്ചത് ഞാൻ ഇതിനെടുത്ത ഫോട്ടോസൊക്കെയാണ്. എഡിറ്റിങ്ങൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ ക്യാപ് കട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എങ്ങനെയുണ്ട് ക്യാപ് കട്ട്? എങ്ങനെ യൂസ് ചെയ്തിട്ട് നല്ലത് തന്നെയാണോ അങ്ങനെ എന്തായിരുന്നില്ലേക്ക് നിങ്ങൾ പറയാം.
ആൻഡ് നമുക്കതാണ് ഇപ്പോൾ ടെക്സ്റ്റ് കൊടുക്കുകയാണ് ഞാൻ. നമുക്ക് ഏത് സ്റ്റൈലാണ് വേണ്ടത് അതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ടെംപ്ലേറ്റ്സ് ആണ് ഇപ്പോൾ അവിടെ കാണിച്ചിട്ടുള്ളത്. ഫ്രണ്ട്സ്, സ്റ്റൈൽസ്, എഫക്ട്സ്, അനിമേഷൻ അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ എനിക്കവിടെ എഴുതേണ്ടത് സബ്സ്ക്രൈബ് എന്നാണ്. ഞാനങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനൊരു എന്താ പറയുക ടെംപ്ലേറ്റ്സ് എടുക്കാം. ഞാൻ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ താഴെയുള്ള ഒരു ടെംപ്ലേറ്റ്സ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതാ വിൽ ബി റൈറ്റ് ബാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെംപ്ലേറ്റ്സ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു സബ്സ്ക്രൈബ് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിലേക്ക് ഞാൻ സബ്സ്ക്രൈബ് ഫോർ മോർ എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കിങ്ങനെ ഓരോ സ്റ്റൈലിലും നമുക്കിത് കിട്ടും. നമുക്ക് താഴെ എഴുതണമെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം. ആൻഡ് ഇനി നമ്മളെ ലെറ്റേഴ്സിൻ്റെ സ്റ്റൈൽ മാറ്റണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് മാറ്റാവുന്നതാണ്. എനിക്കിതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് ലെറ്റേഴ്സിൻ്റെ സ്റ്റൈൽ മാറ്റാം. പിന്നെ കുറച്ച് ലാസ്റ്റിക് ആയതുകൊണ്ട് ഞാൻ കുറച്ച് മുമ്പിലാക്കിയിട്ടാണ് ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം കുറേ ലാസ്റ്റിക്കായിപ്പോയാൽ എന്താ പറയുക എഡിറ്റ് ചെയ്ത വീഡിയോ കുറേ ഒന്നും കൂടെ അങ്ങോട്ട് ലോങ് ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ അത്രയ്ക്ക് കൊടുക്കാതെ ഈ ഒരു ടെക്സ്റ്റ് ഞാൻ കുറച്ചും കൂടെ ബാക്കിലേക്ക് കൊടുത്തിട്ട് മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ അത് റെഡി ആകാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കണോ, അതിനെപ്പറ്റി എന്തെങ്കിലും അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റിൽ പോയിട്ട് പറയാം. ആൻഡ് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എല്ലാവരും കമൻറ്റിൽ പറയണം. ആൻഡ് നമുക്ക് സ്റ്റിക്കേഴ്സ് എന്തെങ്കിലും ആണെങ്കിൽ സ്റ്റിക്കേഴ്സിൽ പോയിട്ട് നമുക്ക് സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇപ്പം ഞാൻ ആ ഫ്ലവറിൻ്റെ സ്റ്റിക്കർ ഒന്ന് എടുത്തിട്ട് കാണിച്ചു തരാം. ഞാൻ വിചാരിച്ച സൈഡിലിങ്ങനെ കൊടുക്കാനേനു, പക്ഷേ എന്താ ഒരു ബോറാവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് വേണ്ട വിചാരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കേട്ട് എന്നാണ് എന്താ ഞാൻ ഫസ്റ്റ് അവിടെ കാണുന്നതൊക്കെ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് റെക്കോർഡാണ് നമ്മൾ സംസാരിക്കുന്നതാണെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. സൗണ്ടിലാണെങ്കിൽ നമുക്ക് ഇതിൽ പോയിട്ട് നമുക്ക് ഇവിടെ അടിച്ചു കൊടുത്താൽ ഇപ്പോൾ ഞാൻ കല്യാണം നടിച്ചപ്പം എനിക്കിങ്ങനെ നാളിൽ വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ സോങ് ഓൺ ആക്കിയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ആയതുകൊണ്ട് കേൾക്കുന്നുണ്ടാവില്ല. ഞാനതിൽ മലയാളം സോങ്സ് കിട്ടുമെന്നൊക്കെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കങ്ങനെ ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ റെക്കോർഡാക്കിയിട്ട് ഇൻഷോട്ടിൽ പോയിട്ട് നേരെ അതാക്കുന്നത്. ഞാൻ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ക്രീൻ റെക്കോർഡ് ആയതുകൊണ്ട് എനിക്ക് എന്താ പറയുക ഇത് ഓഫാക്കാൻ പറ്റില്ലല്ലോ. അപ്പം എക്സ്പേർട്ട് ആവുന്നത് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ അതുപോലെ ഇതിൽ മേലെ പറയുന്നുണ്ട് ക്യാപ് കട്ട് ക്ലോസ് ആക്കരുത് എക്സ്പേർട്ട് ആവുന്ന ടൈമിൽ. ആൻഡ് ലോക്ക് ആക്കരുത്, സ്ക്രീൻ ലോക്ക് ആക്കരുത്, നമ്മൾ ഫോൺ ഓഫ് ആക്കരുത്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആ ഒരു ഇത് വരുന്നത് എക്സ്പേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതാണ്. പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് കാട്ടുന്നതാണ്. അങ്ങനെയൊക്കെ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് കാട്ടുന്നത് തന്നെയാണ് കേട്ടോ. ആയില്ലെങ്കിലും കേസ് എക്സ്പേർട്ടായിട്ടുണ്ട്. ഞാൻ ആ നിൽക്കണതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെ ഒന്നിൻ്റെ കയ്യിൽ നിൽക്കിയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. ഇതാണ് ഞാൻ ആ ചെയ്തിട്ടുള്ള വീഡിയോ. വീഡിയോയിൽ വന്നിട്ടുണ്ട്, നമുക്ക് കാണാം. ഇതിൽ സൗണ്ടൊന്നുമില്ല, ഞാനതിൽ സൗണ്ട് വെച്ചിട്ട് കാണിച്ചു തരാം. അവിടെ ഇൻഷോട്ട് പോയിട്ട് വീഡിയോയിൽ പോയി. ഫോട്ടോയിലാണെങ്കിൽ ഞങ്ങൾക്ക് ഫോട്ടോ പോകാം. ഇൻഷോട്ട് പിന്നെ അറിയാത്തവരൊന്നും അങ്ങനെ ആരും ഉണ്ടാവില്ല. ഇൻഷോട്ട് പോയിട്ട് ഞാനത് എടുത്തിട്ടുണ്ട്. നമുക്കത് ഓഡിയോയിൽ പോയിട്ട് മ്യൂസിക്കലാണെങ്കിൽ ഞാനവിടെ റെക്കോർഡാക്കി വെച്ചിട്ടുള്ള
സോങ്ങുകളൊക്കെ കിട്ടും. ഇനി എഫക്റ്റിൽ പോയാൽ നമുക്കിതുപോലത്തെ ഓരോ ഇംഗ്ലീഷ് അങ്ങനത്തെ അതൊക്കെ കിട്ടും. റെക്കോർഡിൽ പോയാൽ നമ്മൾ സംസാരിക്കുന്നത്, പിന്നെ സ്പീച്ചിൽ പോയാൽ അങ്ങനത്തെ കിട്ടും. ഞാൻ റെക്കോർഡാക്കുന്നതിൽ പോയിട്ടാണ് എടുക്കുന്നത്. ഞാൻ ഓരോ സോങ്ങൊന്ന് കേട്ട് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ആൻഡ് ഈ സോങ് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ അംശം എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങാണ് കൊടുത്തത്. പിന്നെ ഫുള്ളാവാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് കൊടുക്കാമെന്ന്. ഞാനിതിൽ 103 മ്യൂസിക്സ് റെക്കോർഡാക്കിയിട്ടുണ്ട്. ഞാൻ പാടുന്ന മ്യൂസിക്കും സോങ്ങുകളും എല്ലാം, ആൻഡ് കരാക്കെ ട്രാക്കും എല്ലാം ഞാൻ അതിൽ ഇതാക്കിയിട്ടുണ്ട്. അംശം പറഞ്ഞിട്ടുള്ള സോങ്ങാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് ഫുള്ളായിട്ട് ഇത് കേൾക്കുന്നുണ്ടാവില്ല നിങ്ങൾക്ക്. ഇത് ഫുള്ളായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ആക്കിയതിന് ശേഷം ഓഡിയോയിൽ പോയിട്ട് ഫസ്റ്റത്തെ ആ സോങ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ സോങ് എന്ത് ചെയ്യാലും ഞാൻ റീൽസിൽ അപ്ലോഡ് ആക്കാം. ക്യാൻവാസിൽ പോയാൽ നമുക്ക് ഷേപ്പുകളൊക്കെ റെഡിയാക്കാം. ആൻഡ് ഓഡിയോ പോയാൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് സോങ്ങുകൾ കൊടുക്കാം. അതൊക്കെ കണ്ടോ, ആ പേർപ്പിൾ ലൈൻ കണ്ടോ, അത്രേ സോങ് വരുന്നുള്ളൂ. സ്റ്റിക്കേഴ്സ് നമുക്ക് സ്റ്റിക്കേഴ്സ് എടുക്കാം. ടെക്സ്റ്റിൽ പോയാൽ ടെക്സ്റ്റ്, എഫക്റ്റിൽ പോയാൽ നമുക്ക് ഓരോ എഫക്റ്റ് കിട്ടും. ആൻഡ് ഇതിൽ ഞാൻ ആദ്യമൊക്കെ ഇതിലായിരുന്നു എഡിറ്റിങ്. പക്ഷേ ഇതിൽ വല്ലാണ്ടൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ CapCutലായി. ആൻഡ് ഞാനൊന്നും കൂടെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഓരോ സോങ്ങുകളും. ഇത് ഏതാ സോങ് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് സ്ക്രീൻ റെക്കോർഡ് ആക്കിയത് കൊണ്ട് തന്നെ കേൾക്കുന്നില്ല ഒന്നും. ഇതിൻ്റെ അടിയിൽ കാണുന്ന അംശം പറഞ്ഞിട്ടുള്ള സോങ്ങായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതെന്താ പറയുക, കുറച്ചേ ഉള്ളല്ലോ, 20 സെക്കൻഡ്സ് ഉള്ളൂ. ഞാൻ എടുത്തിട്ടുള്ള ഒരു എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഐ തിങ്ക് 36 മിനിറ്റ്സോ 36 അങ്ങനെ എത്ര ആയിട്ടായിരുന്നു അതിൻ്റെ മിനിറ്റ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒന്ന് ഫുള്ളായിട്ടുള്ളത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുകയാണ് ഞാൻ. 3 മിനിറ്റ്സിൽ വരുന്നത്, 1 മിനിറ്റ് വരുന്നത്, 2 മിനിറ്റ് വരുന്ന സോങ്സ് റെക്കോർഡാക്കിയിട്ടുണ്ട്. 55, 29 അങ്ങനെയൊക്കെ വരുന്നതൊക്കെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് കാണുന്ന സോങ് തന്നെ ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതന്നെ കൊടുക്കുകയാണ്. ഞാൻ ഈ സോങ് ഉറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അത് കൊടുക്കുക. ഫസ്റ്റ് അതിൻ്റെ മാലക്കൂട് കൊടുത്തിട്ടാണ് ആ ഗ്രീൻ കളർ. ആ സോങ് പോയി ഗൈസ്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ അപ്പുറത്ത് ആ ഫസ്റ്റ് അംശം പറഞ്ഞ സോങ് ഞാൻ 2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഡിലീറ്റ് കൊടുക്കുക. അടിയിൽ പിന്നെയാണ് ഞാൻ കണ്ടത്, അതും ഡിലീറ്റ് കൊടുത്തിട്ടുണ്ട്. അടിക്ക് ഇറക്കി വെച്ച് ഞാനതാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ റെക്കോർഡ് ആക്കുമ്പോൾ നമ്മൾ റെക്കോർഡ് ഓണാക്കി യൂട്യൂബിൽ പോയിട്ടാണല്ലോ റെക്കോർഡാക്കുക. അപ്പം ആ ഒരു ടൈമിൽ അവിടെ ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ തുടക്കം വെക്കുമ്പോൾ ഫസ്റ്റ് ഒന്നും കേൾക്കാതാവുമ്പോൾ ഒരു ഇതുണ്ടാവില്ലല്ലോ. ഞാൻ അവിടെ കട്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സോങ് കൊടുത്ത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ എന്തായാലും റെഡിയാക്കി തരാം. ആൻഡ് അനിമേഷൻ എഫക്റ്റൊക്കെ എങ്ങനെ ഉണ്ട് നിങ്ങൾ പറയണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഒരു ഇതിൽ നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നാണ്. അങ്ങനെ ആ ഇൻഷോട്ട് എന്നുള്ള ആ ഒരു ഇത് ഫ്രീ റിമൂവ് ആക്കുകയാണ്. അതവിടെ നിന്ന് മാറ്റാനാണ്. ഇൻഷോട്ട് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് പോയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വെറുതെ ഇത് കളിച്ചിട്ടിരിക്കുകയാണ് സർ. ഗിയാൽ അത്ര പോയിട്ട് ടൈം ആവണല്ലോ, അപ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കല്ലോ. അപ്പം ഇത് കളിക്കുകയാണ്. ഇതൊക്കെ പരസ്യമാണ്. അറ്റത്തുള്ളത് കാണുന്നില്ലേ? ഞാൻ റിമൂവ് ആക്കുമ്പോൾ അതാ ചെയ്യുക.
അല്ലെ ഇവിടുത്തെ ആപ്പുണ്ട് തലപ്പാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആപ്പുണ്ട്, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത് എക്സ്പേർട്ടാക്കാം ഇനി. അതിൽ അത്രയും ഇതൊക്കെ ഉണ്ട്. ഇപ്പം തന്നെ 20 minutes ഒക്കെ ആയിട്ടുണ്ട്. അതല്ലാണ്ട് ഞാൻ അങ്ങനെ ലോങ് ആക്കുന്നില്ല. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഈ വീഡിയോ. ഞാനത് എഡിറ്റ് ചെയ്യാണ്ട് എന്താണ് ഇങ്ങനെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നു. ഞാനിതിൻ്റെ ഒരു ക്യാൻവാസിൽ പോയിട്ട് ഇത് മാറ്റണമെന്ന് നോക്കുകയാണ്. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഇത് കിട്ടുകയാണെങ്കിൽ അതായിരിക്കുമല്ലോ ഒന്നും കൂടെ ഒരു നല്ലത്. അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലതൊക്കെ എന്തൊക്കെ പോലെ ഞാൻ ആ മറ്റേ ടിക്ടോക്കിൻ്റെ പോലത്തെ ആ ഒരു ചിഹ്നമുള്ള അതെടുത്തിട്ടുണ്ട്. എക്സ്പോർട്ട് അടിക്കുകയാണ്. ഇത് കട്ടാക്കണം വിചാരിച്ച്, പിന്നെ കട്ടൊക്കെ ഇനി കുറേ പോകണത്. കാരണം വെച്ചാൽ ഇതിപ്പോൾ ഞാൻ ഇത് ചെയ്തിട്ടുള്ള 30 minutes ഒക്കെ ഉണ്ട് തോന്നുന്നു. അതുകൊണ്ട് കുറേ ആക്കാണ്ട്. തന്നെ ഞാനിങ്ങനെ ആക്കുന്നതിന് കുറേ ടൈം എടുത്തിട്ടാണ്. ആൻഡ് 100 ഗൈസ്. അപ്പോൾ ഇത് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ഇതിൽ ഡ്രാഫ്റ്റ് കൊടുക്കാനേ പറ്റുള്ളൂ. പക്ഷേ അത് ഫോട്ടോസിൽ സേവ് ആയി ഉണ്ടാവും കേട്ടോ. നമുക്ക് ഫോട്ടോ ഇതിൽ പോയിട്ട് കാണാം. അതാ വീഡിയോ വന്നിട്ടുണ്ട്. വീഡിയോ എന്തായാലും ഞാൻ എന്തായാലും ഞാൻ റീൽസിൽ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. അടിപൊളി വീഡിയോ ആണ്. എനിക്കിഷ്ടപ്പെട്ടോ ഇല്ലയോ നിങ്ങൾ കമൻ്റ് ആക്കണം. പക്ഷെ നിങ്ങൾ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്നും മിണ്ടാണ്ടിരിക്കണതൊക്കെ. ഞാൻ എൻ്റെ ഉള്ളിൽ മൈക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താ പറയുക, വല്ലാണ്ട് ഒച്ച ഒന്നും ഉണ്ടാവില്ല. ഞാൻ റെക്കോർഡൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ റെക്കോർഡാക്കി വെച്ചതാണ്. 103 റെക്കോർഡിങ് ഞാൻ ഇതിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പാട്ട് പാടുന്നതും ഓരോ കരാക്കെ ട്രാക്കും വേറെയുള്ള സോങ്സും. ഒരു വീഡിയോ ഞാൻ അതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.